യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ വന്നിട്ട് 2 മാസത്തോളമായി വ്യാപകമായ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ പരസ്യമായിട്ട് അതിനിരയാക്കപ്പെട്ടവർ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കാൻ നിർബന്ധിതമായത്. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി വേണം എന്ന് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി തീരുമാനിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ KPCC നിശ്ചയിച്ചിരിക്കുകയാണ്. ആളുകൾ താല്പര്യത്തോടു കൂടി നോക്കുന്നത് ആരൊക്കെയായിരിക്കും ഈ കമ്മിറ്റിയിൽ എന്നാണ്. കാരണം ഇത്ര കാലവും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തിയവരാണ് KPCCയിലെ നേതാക്കന്മാരൊക്കെ. അവർക്കൊക്കെ തന്നെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെ കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാതെ അയാളെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു കമ്മിറ്റിയുമായി വന്നിരിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നറിയാനാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് താല്പര്യം.